പാകിസ്ഥാനിൽ പോകണമെന്ന സാധ്വി പ്രാജിയുടെ പരാമർശത്തിൽ ഷാരൂഖ് ഖാനോട് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് ദിഗ്വിജയ് സിംഗ്. പ്രധാനമന്ത്രിയും അമിത്ഷായും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. അതിനിടെ ഷാരൂഖിനെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ച ജമാഅത്ത് ഉദ്ദവ നേതാവ് ഹാഫിസ് സയ്യിദ് രംഗത്തെത്തി. വിവരങ്ങളുമായി മനു ചേർന്നുണ്ട്. മനു, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഷാരൂഖിന്റെ പരാമർശത്തിനെതിരായി സാധ്വി പ്രാജി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു ഈ വിഷയത്തിൽ. പ്രത്യേകിച്ച് സമീപകാല വിഷയങ്ങളിൽ പൊതുവിൽ അസഹിഷ്ണുത ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു സാധ്വി പ്രാജിയുടെ ഈ വാക്കുകളെ ദേശീയ രാഷ്ട്രീയം ലോകം തന്നെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. ഈ സാഹചര്യത്തിലാണ് മാപ്പ് പറയണം, പ്രധാനമന്ത്രി തന്നെ മാപ്പ് പറയണമെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുമായി മനു ശങ്കരൻ ചേർന്നുണ്ട്. മനു, വിവരങ്ങൾ. സൗമ്യ, ഇത്തരത്തിൽ രാജ്യത്ത് തുടരുന്ന അസഹിഷ്ണുതകൾക്കെതിരെയും പ്രത്യേകിച്ച് എഴുത്തുകാർ അടക്കമുള്ളവർ ഇതിൽ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്ന കാര്യങ്ങൾക്ക് പിന്തുണയുമായി ഷാരൂഖ് ഖാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തുക എന്ന നിലപാടിലേക്ക് BJP നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തത്. സാധ്വി പ്രാജി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അടക്കമുള്ള വലിയ പിന്തുണയുള്ള നേതാക്കളടക്കമുള്ളവർ ഇതിനെതിരെ വലിയ ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. ഇതിൽ തന്നെ ഷാരൂഖ് ഖാൻ അടക്കമുള്ളവരുടെ ഈ പ്രതികരണങ്ങൾ, ഷാരൂഖ് ഖാന്റെ ശരീരം ഇവിടെയാണ്, ഇന്ത്യയിലാണെങ്കിലും മനസ്സ് പാകിസ്ഥാനിലാണ് എന്നായിരുന്നു മധ്യപ്രദേശിലെ മുൻ മന്ത്രിയും ഒപ്പം BJP ജനറൽ സെക്രട്ടറിയുമായിരുന്ന കൈലാഷ് അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നത്. അതിനാൽ തന്നെ ഷാരൂഖ് ഖാൻ പാകിസ്ഥാനിലെ ആണ് ഷാരൂഖ് ഖാന്റെ മനസ്സെന്നും പാകിസ്ഥാനിലേക്ക് പോകേണ്ടതാണെന്നും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളുമാണ് BJP നേതാക്കൾ നടത്തുകയും ചെയ്തിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്ന ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇത്തരത്തിൽ അംഗീകരിക്കാനാകുന്നതല്ല. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് ഒരു കാലത്തും സംഭവിക്കാത്തതാണെന്നും ദിഗ്വിജയ് സിംഗ് കൂട്ടിച്ചേർക്കുന്നു. അതിനാൽ തന്നെ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകണം. അവർ ഇത്തരത്തിലൊരു മൗന നിലപാട് തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ദിഗ്വിജയ് സിംഗ് കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഇപ്പോൾ ജമാഅത്ത് ഉദ്ദവ നേതാവും ഒപ്പം 2008 മുംബൈ സ്ഫോടന കേസിലെ മുഖ്യ ആസൂത്രിതനുമായിരുന്ന ഹാഫിസ് സയ്യിദ് അടക്കമുള്ളവർ ഇപ്പോൾ ഷാരൂഖ് ഖാനെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ജീവിക്കാൻ അസ്വസ്ഥതകളുണ്ടെങ്കിൽ, വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുവെങ്കിൽ പാകിസ്ഥാനിലേക്ക് വരാമെന്നാണ് ഇപ്പോൾ ഹാഫിസ് സയ്യിദ് അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിർത്തുക എന്ന പാക് അജണ്ടയ്ക്ക് പോലും ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സാധ്യത തെളിയുകയാണ് എന്നാണ് ഇപ്പോൾ ഹാഫിസ് സയ്യിദിന്റെ പ്രസ്താവനകളിലൂടെ മറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് BJP നേതാക്കൾ ഇത്തരത്തിൽ ശബ്ദമുയർത്തുന്നവർക്കെതിരെ ഉയർത്തുന്നത്. ഇന്നലെ തന്നെ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് മുമ്പാകെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അടക്കമുള്ളവർ നിവേദനം നൽകുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി ഒപ്പം BJP നേതൃത്വം അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മൗനം തുടരുന്നതിനാൽ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും രാജ്യത്തെ കാവ്യവൽക്കരിക്കുക എന്ന നയങ്ങളിൽ നിന്ന് എന്തെങ്കിലും തടയിടുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടൊരു നിവേദനവും വിവിധ കോൺഗ്രസ് നേതാക്കൾ നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇടതുപക്ഷം അടക്കമുള്ള വിവിധ പ്രതിപക്ഷ പാർട്ടികൾ വലിയ ശബ്ദം ഇതിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ പരാമർശങ്ങളുമായി BJP നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നത്. സൗമ്യ, അവിടെ മനു, പ്രത്യേകിച്ച് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണം എന്നതാണ്. പ്രത്യേകിച്ച് സമീപകാല വിഷയങ്ങളിൽ ബീഫ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ മൗനം അത് വലിയൊരു പ്രതിഷേധത്തിലേക്കൊക്കെ ഇടയൊരുക്കിയിരുന്നു. ഇന്നിപ്പോൾ ദിഗ്വിജയ് സിംഗ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് കൂടുതൽ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് തന്നെ വേണോ കരുതാൻ? പ്രധാനമന്ത്രി ഒരുപക്ഷെ പ്രതിഷേധം അറിയിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് നീങ്ങാനുള്ള സാഹചര്യമുണ്ട്. ഇന്നലെ രാഷ്ട്രപതിയെ കണ്ട് ഇങ്ങനെ ഒരു അതൃപ്തി അറിയിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ തീർച്ചയായും സൗമ്യ, ഇത്തരത്തിലുള്ള കടുത്ത പ്രതിഷേധങ്ങൾ തന്നെയാണ് എല്ലാ തലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്നും ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മധ്യപ്രദേശ് മുൻ മന്ത്രി കൂടിയായിരുന്ന കൈലാഷ് അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നത് ഷാരൂഖ് ഖാന്റെ ശരീരം മാത്രമാണ് ഇന്ത്യയിലുള്ളത്, മനസ്സ് മുഴുവൻ പാകിസ്ഥാനിലാണ്, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഷാരൂഖ് ഖാൻ നടത്തുന്നത്, ഒരു ഇന്ത്യൻ പൗരന് ചേരുന്ന രീതിയിലുള്ള പരാമർശങ്ങളല്ലെന്നും BJP ജനറൽ സെക്രട്ടറി കൂടി
കൂടിയായിരുന്ന കൈലാഷ് വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. മാത്രമല്ല സ്വാതി പ്രാജി അടക്കമുള്ള നേതാക്കൾ, വിവിധ ഹിന്ദുസേന പ്രതിനിധികൾ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള നിലപാടുകൾ അംഗീകരിക്കാനാകില്ലെന്നുള്ള ഭാഷ്യവുമായി രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് എഴുത്തുകാർ അടക്കമുള്ളവർ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നത് വേറെ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ടാണെന്നുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നു. മാത്രമല്ല VHP പ്രത്യേകിച്ച് RSS മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുള്ള ഭയ്യാജി ജോഷി അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നത് ദാദ്രിയിലടക്കം നടന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് ബീഫ് വിഷയങ്ങൾ അടക്കമുള്ളവയിൽ RSSന് പ്രത്യേകിച്ച് പങ്കില്ലെന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഇത് RSSനെ വെട്ടിലാക്കുന്ന രീതിയിൽ ചില രാഷ്ട്രീയ നിഗൂഢതകൾ വളർത്തുന്നതാണെന്നും പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളാണ് കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും RSS നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഭയ്യാജി ജോഷി അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ വീണ്ടും ഇന്നലെ കൂടി ആവർത്തിക്കുകയും ചെയ്തിരുന്നു. RSSനെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ്, തങ്ങളുടെ നിലപാടുകളെല്ലാം മറ്റുള്ളവർ വ്യക്തമാക്കുന്നതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ പല കാര്യങ്ങളിലും സാഹചര്യ തെളിവുകളടക്കം പ്രത്യേകിച്ച് അന്വേഷണങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പോലും വ്യക്തമായിരുന്നത് ഇത്തരത്തിലുള്ള ദളിത് കൊലകൾ, ഒപ്പം ബീഫ് ആക്രമണങ്ങൾ അടക്കമുള്ളവയുടെ മുഖ്യ ആസൂത്രകർ സംഘപരിവാർ പിന്തുണയുള്ള ആളുകളാണെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കുന്ന നിലപാടുകൾ മാത്രമാണ് ഈ നേതാക്കൾ തുടരുകയും ചെയ്തിരുന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ മധ്യപ്രദേശ് മുൻ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ BJP നേതാക്കളുടെ പ്രസ്താവനകൾ അംഗീകരിക്കാനാകുന്നതല്ല. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും ഒപ്പം പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ളവർ നേരിട്ട് ഇടപെടണമെന്നും ഇതിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് മതിയാവുമെന്നും കൂടിയാണ് ദിഗ്വിജയ് സിംഗ് കൂട്ടിച്ചേർക്കുന്നത്. ഇത്തരത്തിൽ മൗനം തുടരുന്നത് ഒരു അനിശ്ചിതാവസ്ഥയ്ക്ക് വഴിവെക്കുന്നു. അതിനാൽ തന്നെ ഒരു വ്യക്തമായ നിലപാട് പൊതുവിലുള്ള വിലയിരുത്തലുകൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ദാദ്രി വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ വാ തുറക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ, ഷാരൂഖ് ഖാന്റെ വിഷയത്തിൽ ഊന്നിയുള്ള ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അത് മാറ്റി നിർത്താമായിരിക്കും, മറ്റ് ദേശീയ രാഷ്ട്രീയം പല തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ പൊതുവിൽ VHP ആയാലും ശിവസേന ആയാലും സ്വന്തം നിലയിൽ ഇത്തരം നിലപാടെടുക്കുന്നു എന്ന് സംസ്ഥാനത്തെങ്കിലും BJP നേതാക്കൾ ആരോപിക്കുന്ന സാഹചര്യത്തിൽ ഒക്കെ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? അതെങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? ഇനി എത്ര നാൾ ഇത്തരത്തിലുള്ള ഒരു മൗനം കേന്ദ്ര സർക്കാരിന് തുടരാനാകുമെന്നത് ഒരു കണ്ടറിഞ്ഞ് കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം പല മേഖലകളിൽ നിന്നും, പ്രത്യേകിച്ച് എല്ലാ മേഖലകളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ ശക്തമാവുകയാണ്. രാജ്യത്ത് അസഹിഷ്ണുത വളരുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വിവിധ മേഖലകളിലെ ആളുകൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് എഴുത്തുകാർക്ക് പിന്നാലെ ശില്പികൾ, ചിത്രകാരന്മാർ അടക്കമുള്ള പ്രമുഖർ, ബുദ്ധിജീവികളടക്കമുള്ള വലിയ പ്രമുഖർ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഇവർ അടക്കമുള്ളവർ പുരസ്കാരം തിരിച്ചു നൽകുന്നു. സംവിധായകർ അടക്കമുള്ളവർ പുരസ്കാരം തിരിച്ചു നൽകുന്നു. പത്മവിഭൂഷൺ അടക്കം രാജ്യത്തിന് തിരിച്ചു നൽകുന്ന ഒരു സാഹചര്യം. അതിനാൽ തന്നെ കടുത്ത പ്രക്ഷോഭങ്ങളിലേക്കാണ് രാജ്യം നീങ്ങുകയും ചെയ്യുന്നത്. ഈ ഒരു അസഹിഷ്ണുത അംഗീകരിക്കാനാകില്ലെന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ശബ്ദമുയരുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇനി എത്ര നാൾ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നിഗൂഢത മുന്നിൽ വച്ചുകൊണ്ടുള്ള ഒരു മൗനം തുടരാനാകുമെന്നത് കാലം തന്നെ തെളിയിക്കുമെന്നാണ് പല നേതാക്കളും പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഷാരൂഖ് ഖാന് ഇത്തരത്തിലുള്ള ഷാരൂഖ് ഖാനെതിരെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളുടെ അണികൾ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്തെത്തുമ്പോൾ രാജ്യത്ത് ഇപ്പോൾ ജീവിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് വരാമെന്നാണ് 2008 മുംബൈ സ്ഫോടന കേസിലെ പ്രധാന ആസൂത്രകരായിരുന്ന ഹാഫിസ് സയ്യിദ് ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് ജമാഅത്ത് വിവരങ്ങൾ നൽകിയത്. ഷാരൂഖിനെതിരെ പ്രത്യേകിച്ച് നിലവിൽ വലിയ പരാമർശങ്ങൾ വന്ന സാഹചര്യത്തിൽ, ദേശദ്രോഹി എന്നതടക്കമുള്ള പരാമർശങ്ങൾ വന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണമെന്ന ആവശ്യം പൊതുവിൽ ശക്തമായിരിക്കുകയാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ വിഷയത്തിൽ ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് രാജ്യമൊട്ടാകെ ഈ സാധ്വി പ്രാജിയുടെ അടക്കമുള്ളവരുടെ പരാമർശങ്ങൾക്കെതിരെ ഉയരുന്നത്.